This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman. ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് എന്റെ ജ്യേഷ്ഠ സഹോദരി എന്ന് പറയും മുംതാസ് ആസാദ്. മുംതാസ് ആസാദിന്റെ പുസ്തക പ്രകാശനമാണ്, 4ാമത്തെ പുസ്തക പ്രകാശനം. ഈ വേദിയെ അലങ്കരിക്കുന്നതിനായി ആദ്യം തന്നെ നമ്മുടെ മുംതാസ് ആസാദിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുംതാസ് ഖാനെ എന്നും താങ്ങും തണലുമായി നെടുന്തൂണായി കൂടെയുള്ള ആസാദ് ഖാനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രതാപ് തയ്യാർ, ബുക്ക് പബ്ലിഷർ, പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. Asfa Ali, please come. Shabna Najib ഒരു എഴുത്തുകാരിയാണ്. Please come on the stage. Fauziya Mammu, please. പ്രണയം നമ്മോട് പലതും പറയും, അതാണ് ഇന്നത്തെ ഈ ബുക്കിന്റെ പേര് തന്നെ. തൂണിലും തുരുമ്പിലും പ്രണയത്തെ കണ്ട് ആ പ്രണയം പരസ്പരം സംവദിക്കുന്നത് പോലെയാണ് ഈ ബുക്ക് പറയുന്നതും പറയാതെ പറയുന്നത്. മുംതാസ് ഖാക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു സെലിബ്രിറ്റീസിനെ കൂടാതെ ഫ്രണ്ട്സിനെ കൊണ്ട് തന്നെ, ഫ്രണ്ട്സിനെ ഇരുത്തിക്കൊണ്ട് ഈ ഇത് ലോഞ്ച് ചെയ്യണം എന്നുള്ളത്. ഞാൻ കണ്ടത്, എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ടത് മുതൽ എന്ത് സാധനം കാണുന്നുവോ അതിനെക്കുറിച്ച് എഴുതുവാനും അതിനെക്കുറിച്ച് വിവരിക്കാനും മനോഹരമായ വാചകങ്ങൾ കൊണ്ട് അത് തുണി കൊണ്ട് എഴുതാൻ മുംതാസ് ഖാന് പ്രത്യേക കഴിവാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാത്ത പോലെ തന്നെ പാചകകാരി കൂടിയാണ്. പാചകം ഒരു കലയാണെങ്കിൽ കൂടി, ഞാൻ ഇവന്റ് മാനേജ്മെന്റ് കേറ്ററിംഗ് ചെയ്യുന്ന ആളാണെങ്കിൽ കൂടി എനിക്ക് പാചകം ഇഷ്ടമാണ്, പാചകം ചെയ്യാറുണ്ട്. പക്ഷെ അതിന്റെ പ്രസന്റേഷൻ, അതിനൊരു പ്രത്യേക കഴിവ് വേണം. ഒരുപാട് കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയാണ്. പുസ്തകം എഴുതുന്നത് മാത്രമല്ല, വളരെ പല നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ജ്യേഷ്ഠ സഹോദരിയാണ്. എന്ത് മനസ്സിൽ എന്ത് വിഷമം ഉണ്ടായാലും മുംതാസിന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം നിഷ്പ്രയാസം നമ്മളിൽ നിന്ന് അകന്നു പോകും. അത്രയ്ക്ക് എപ്പോഴും പ്രസന്നമായ മുഖത്തോടെ അല്ലാതെ നിങ്ങൾക്ക് മുംതാസിനെ കാണാൻ സാധിക്കുകയില്ല. ഓക്കെ, അപ്പൊ ഈ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതിനായി പ്രധാനൻ സാറിനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 25ാം വർഷമാണ് ഹരിത ബുക്സിൻ്റെ ജൂബിലി വർഷമാണ്. 4000-ന് മേലെ പുസ്തകങ്ങൾ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ ഇത്രത്തോളം ബുദ്ധിമുട്ടിച്ച ഒരു പുസ്തകം വേറെ ഉണ്ടായിട്ടില്ല സത്യത്തിൽ. കാരണം പതിവിന് വിപരീതമായിട്ടുള്ളൊരു പുസ്തകമായിരുന്നു. പതിവിന്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വളരെ എളുപ്പമാണ്. അത് ഞങ്ങളൊരു സിസ്റ്റം ഉണ്ടായാൽ മതി. ഒരുപക്ഷെ സിസ്റ്റം പോലും ഉണ്ടാവണമെന്നില്ല. ഞങ്ങൾക്ക് അതിന് ചെയ്യാൻ ഒന്നുമില്ല. ആസ് എൻ എഡിറ്റോറിയൽ ഡെസ്കിന് ചെയ്യാൻ ഒന്നുമില്ല അതിനകത്ത്. കാരണം കുറെ കവിതകൾ ഉണ്ടാവാം, ഒന്നിച്ചു വെച്ചൊരു പുസ്തകമാകും. കുറെ കഥകൾ ഉണ്ടാവാം, കഥകൾ ഒന്നിച്ചു വെച്ചൊരു പുസ്തകമാകും.
ലേഖനങ്ങളാണെങ്കിലും ലേഖനങ്ങളൊന്ന് തരംതിരിക്കേണ്ട കാര്യങ്ങളുണ്ട്, അത്രയൊക്കെ തന്നെയുള്ളൂ. പക്ഷെ ഈ ടെസ്റ്റ് ഞങ്ങളുടെ മുന്നിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വലിയ ചാലഞ്ചായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പതിവിന് വിപരീതമായി വന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ കാര്യം. എന്താണ് ഈ പുസ്തകം എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്രശ്നം. പക്ഷെ ഞങ്ങൾ കുറെ കാലമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ട, എൻ്റെ ബോധ്യപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. അതെന്താണ്? വായന എന്ന് പറയുന്നത്, വായിപ്പിക്കുന്നത് എന്തും വായനയായി മാറുന്നൊരു കാലത്തിലേക്ക് നമ്മൾ എത്തിയിരുന്നു. സിനിമയിലെ കാല വ്യത്യാസം ധാരാളമായി വന്നു കഴിഞ്ഞു, പക്ഷെ നമ്മുടെ സാഹിത്യത്തിൽ അത് വന്നിട്ടില്ല. അപ്പൊ വായിപ്പിക്കുന്നത് എന്തും നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, നമ്മുടെ ബോധത്തെ ചലിപ്പിക്കുന്ന എന്തും പുസ്തകമാണ്, സാഹിത്യമാണ് ഇന്ന കാലത്ത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇതൊരു മികച്ച പുസ്തകം തന്നെയാണ്. ഈ പുസ്തകത്തിന് ഗസലിന്റെ ഭാവങ്ങളുണ്ട്, ഗസലിന്റെ തന്നെ ആത്മീയ ഭാവങ്ങളുണ്ട്, ഗസലിന്റെ തന്നെ പ്രണയഭാവങ്ങളുണ്ട്. കവിതയുണ്ട് ഈ പുസ്തകത്തിൽ, കഥയുണ്ട് ഈ പുസ്തകത്തിൽ, ആശയങ്ങളുണ്ട് ഈ പുസ്തകത്തിൽ. അങ്ങനെ നിരവധി കാര്യങ്ങളിലൂടെ കിടക്കുകയും എന്നാൽ ഒരു കള്ളിയിൽ മാത്രമായി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഥ, കവിത, യാത്രാവിവരണം, ലേഖനം എന്നിങ്ങനെ കള്ളികളിൽ പ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു പുസ്തകം. ആ പുസ്തകമാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളത് സന്തോഷപൂർവ്വം ആ പുസ്തകം ഏറ്റെടുത്തത്. കാരണം സ്ഥിരമായിട്ട് കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴുള്ള ഒരു മടുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പുസ്തകം കൂടിയായിട്ട് അതിനകത്ത് മാറിയിട്ടുള്ളൂ. താങ്ക്സ് ആണ്. രണ്ടാമത്തെ കാര്യം, ഈ പുസ്തകം ചെയ്യുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ മറ്റു രണ്ട് വെല്ലുവിളികളുണ്ട്. ഇത് സാധാരണ മതിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ പുസ്തകത്തെ വായനക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകും. കൃത്യമാണ്, കഥയായിരിക്കണം, കവിതയായിരിക്കണം എന്ന് വളരെ കൃത്യമായിട്ടുണ്ടാവും. പുസ്തകം വായിച്ചാൽ അവർക്ക് എന്ത് കിട്ടുന്നു? അവരുടെ ജീവിത അവബോധത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന, ചിന്തകളെ മാറ്റിമറിക്കാൻ കഴിയുന്ന എന്തെങ്കിലും അതിലുണ്ടോ എന്നുള്ളതൊന്നും അവരറിയില്ല. അപ്പൊ ഇതെങ്ങനെ പ്രസിദ്ധീകരിക്കും? നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഇഷാമാണ്. ആ പുസ്തകത്തിന് ചിത്രങ്ങൾ കൊണ്ട് നിറച്ചുകൊണ്ട് തീർച്ചയായിട്ടും ടെസ്റ്റ് ചിത്രത്തിനകത്ത് വെച്ചുകൊണ്ട്, സാധാരണ ടെസ്റ്റിന് എന്താ പറയുക, പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരാറ്, അതിനകത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് അതിനെ നമ്മുടെ കണ്ടെത്തേണ്ട, ചിന്തയെത്തേണ്ട, ബോധം എത്തേണ്ട, ദർശനമെത്തേണ്ട കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പുസ്തകം ഒരു പക്ഷേ മലയാളത്തിൽ മുന്നിൽ നടക്കുന്ന ഒരു പുസ്തകമാണ്. മുമ്പേ ഗമിക്കുന്ന ഗോകുലന്റെ പിമ്പേ ഗമിച്ചതും ബഹുഗോക്കളല്ല എന്ന് പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇത്തരം പുസ്തകങ്ങൾ ഇനിയും മലയാളത്തിൽ ധാരാളമായി വരാനിരിക്കുന്നു, വരേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊരു ബ്രേക്കിംഗ് പോയിന്റ് കൂടിയാണ്. അത്തരം ഒരു കാര്യം ഈ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് നടക്കുമ്പോൾ അതുണ്ടാകുന്ന സന്തോഷം ഏറെയാണ്. കൂടുതൽ നിർത്തുന്നില്ല. നന്ദി, നമസ്കാരം. അടുത്തതായി രണ്ട് വാക്ക് പറയുന്നതിനാണ് മുംതാസ് ആസാദിനെ. മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, എൻ്റെ നല്ല ഭാവി ഇരിക്കുന്നുണ്ട്. എനിക്ക് ഫ്രണ്ട്സ് അങ്ങനെ പറയാനാണ് ഇഷ്ടം, സഹോദരി സഹോദരന്മാർ പറയാനാണ് ഇഷ്ടം. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട നമസ്കാരം. മഞ്ജു പറഞ്ഞത് മാതിരി, മഞ്ജു പറഞ്ഞത് മാതിരി ഒരു കസേരയ്ക്ക് പോലും സങ്കടമുണ്ടെന്ന് പറയുന്ന ആളാണ് ഞാൻ. കസേരയിൽ കുട്ടികൾ ചാടി ഇരിക്കുമ്പോൾ അവർ വേദനിക്കും. അപ്പൊ കുട്ടികളും പറഞ്ഞു, മാമന്റെ കസേര ഇപ്പം വേദനിക്കും, നമ്മൾ മെല്ലനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഒരു രണ്ടു ഗുണമുണ്ട്, കസേര പൊട്ടുകയും ചെയ്യൂല, കസേര ഇപ്പം നീറ്റായി കിടക്കും. പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ പട്ടാളം എന്നാ പറയും, പണ്ട് നിങ്ങളെ പട്ടാളത്തിൽ കൊണ്ടുപോകേണ്ടതാണ്. പക്ഷേ ഇതെന്താ വേദിയിലിരിക്കാത്തതെന്നറിയോ? ബിസിനസിന്റെ മീറ്റിംഗ് ആണെങ്കിൽ, എന്തെങ്കിലും സംസാരിക്കാനാണെങ്കിൽ 4 പുസ്തകം എഴുതേണ്ട വാചാലനാവും എൻ്റെ ഹസ്ബൻഡ്. പക്ഷെ എന്നോട് പറയും, നീ സങ്കല്പത്തിൽ ജീവിക്കുന്നവരും ഞാൻ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്നവരുമാണ്. അപ്പൊ യാഥാർത്ഥ്യ സങ്കല്പവും കൂടിയപ്പോൾ അതിപ്രണയമായി മാറി. സൗവർണിക നദിയിലെ ഒഴുകുന്ന, തീർത്ഥജലത്തിലൂടെ ഒഴുകുന്ന കുഞ്ഞു തോണിയായി മാറി എൻ്റെ മനസ്സ്. അതിൽ കുറേ പ്രണയം, ഓർമ്മകൾ, നഷ്ടങ്ങൾ, വേർപാടുകൾ, അങ്ങനെ തുഴഞ്ഞ് അവര് കച്ചവടത്തിലൂടെ തുഴയുമ്പോൾ ഞാൻ എൻ്റെ സങ്കല്പയും ഓർമ്മകളിലൂടെയും തുഴഞ്ഞു.
രണ്ടുപേരും എത്തിയത് ഒരു കരക്ക്. അതാണ് അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. അതിന് ഐതിഹ്യം എന്നാണ് പറയുന്നത്. ഐതിഹ്യം എന്ന് പറയുമ്പോൾ അതിനൊരു നല്ലൊരു വാക്കായിട്ട് ഗണിക്കപ്പെടുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു വിധവാ പെൻഷൻ എഴുതിയിട്ടാണ് ആദ്യത്തെ അവാർഡ് എനിക്ക് കിട്ടിയത്. അപേക്ഷക്കാണ് കഥാകാരി എന്നുള്ള പട്ടം എനിക്ക് കിട്ടിയത്. അതിനൊരു അവാർഡ് കുറച്ച് നെയ്യപ്പായിരുന്നു. അത് ഏത് വേദിയിലും പറയുന്നതാണ്. വിധവാ പെൻഷന് കൊടുത്ത അപേക്ഷ പാസ്സായി അവർ പാരിതോഷികമായി കുറച്ച് നെയ്യപ്പം എനിക്ക് കൊണ്ടുതന്നെ. അപ്പോൾ കണ്ണൂർ ഭാഷയിൽ എന്നോട് വെച്ച് ഇവളെ നീയാണോ, നീ കഥ എഴുതുന്നോളോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ വണ്ടിയിൽ ഒരു കഥാകാരിയുണ്ട്, എന്നെ അങ്ങോട്ട് എഴുതലുണ്ട്. കത്ത് എഴുതിയും കഥ എഴുതിയും തൊടിയിലിറങ്ങിയും ഊഞ്ഞാലിനോട് സംസാരിച്ചു. ഞാൻ നിങ്ങളെല്ലാം മുമ്പിൽ ഒരു ചെറിയ എഴുത്തുകാരിയാണ്. ഇന്നും വലിയ എഴുത്തുകാരിയെന്ന് പറയൂല. സംഭവം എന്താണെന്നറിയാം, വലുതായിട്ടില്ല. ഞാനിപ്പോൾ ശിശു തന്നെയാണ്. എന്താണ്, വേഷം കൊണ്ടും പ്രായം കൊണ്ടും വലുതായതേ ഉള്ളൂ. കഥയിൽ ഇപ്പോൾ ഞാൻ ശിശുവാണ്. മുന്നോട്ട് ചിന്തിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന വെറും ബാല്യത്തിലുള്ള ബാല്യ കുട്ടി തന്നെ പറയാം. ചിലപ്പോൾ കാലം അനുവദിച്ചില്ലെങ്കിൽ എനിക്ക് 10 പ്രായം എന്താണ് മുന്നോട്ട് നയിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള എഴുത്തുകൾ മടുപ്പിക്കാതെ എൻ്റെ കുറേ എഴുത്തുകൾ സാഹിത്യം ഇല്ല എന്ന് പറഞ്ഞ് തള്ളിയിട്ടുണ്ട്. അതിനൊക്കെ പകരമായി ഇപ്പം എല്ലാവർക്കും പറയുന്നത് അറിയുന്ന നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് പറയോ, കണ്ണൂരിൽ സംസാരിക്കുന്ന സ്ലാങ്ങിൽ പറയോ. അങ്ങനെ എഴുതിയാണ് ഞാൻ ഇതിപ്പം ഷാദിയിൽ 4ാമത്തെ പുസ്തകമാണ് പ്രകാശനം ചെയ്യുന്നത്. സന്തോഷമുണ്ട് എന്നും മായാതെ. അത് ഇതിൽ തന്നെ ചൂഴൽ കസാരയോട് തേപ്പ് വെട്ടിനോട് വരെ കഥ പറഞ്ഞൊരു ബുക്കാണ് എന്നും മായാതെ. വായിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാവരും വായിക്കണം. 2ാമത്തെ എൻ്റെ കണ്ണൂരിൻ്റെ മാമൂല് പറഞ്ഞ മൈലാഞ്ചി കിസ്സ. അത് കണ്ണൂരിൻ്റെ ഓരോ മാമൂലുകളിലും ഓരോരാളും അനുഭവിച്ചുകൊണ്ടിരുന്ന ആചാരങ്ങളും അനാചാരങ്ങളും ഇന്ന് ഞാനത് സ്നേഹത്തിൻ്റെ ഓർമ്മകളാക്കി മാറ്റി. ആ ഓർമ്മകൾ പുസ്തകത്താളുകളിലേക്ക് വന്ന് അക്ഷര മുറ്റത്ത് ഈ ഗന്ധ കൊട്ടാരത്തിലേക്ക് എത്തി ഗന്ധ കൊട്ടാരത്തിൽ പാടി പറഞ്ഞു. അതാണ് മൈലാഞ്ചി കിസ്സ. പിന്നെ ഓർമ്മകളുടെ താരാട്ട് പാടണമെന്ന് തോന്നുമ്പോൾ ആ ഓർമ്മകളുടെ താരാട്ടെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വല്യമ്മക്ക് മുതൽ കുട്ടികൾക്ക് മുതൽ വീട്ടിലുള്ള ആൾക്ക് കൗമാരക്കാർക്ക് എല്ലാവർക്കും താരാട്ട് പാടിക്കൊടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകം. അതാണ് ഓർമ്മകളുടെ താരാട്ട്. എൻ്റെ ചിന്തകളിൽ നിന്ന് വരുന്ന വേരുകളെ ഞാൻ ശിഖരങ്ങളാക്കി പുറത്തു കൊണ്ടുവരുന്നതാണ് ഈ പുസ്തകങ്ങളെല്ലാം. എൻ്റെ ഹസ്ബൻഡ് എന്നോട് എപ്പോഴും ചോദിക്കും, എനിക്ക് ഇത്രമാത്രം ചിന്തിക്കാൻ എന്താ ഉള്ളേ, എത്രമാത്രം ചിന്തിക്കാൻ എന്താ ഉള്ളേ, നീ ഇപ്പോൾ ഫ്രീ അല്ലേ? ഞാൻ പറയും, ഇപ്പോൾ ഫ്രീ അല്ലേ, എൻ്റെ ചിന്തകൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫ്രീ അല്ലേ, ഞാൻ ഓടിക്കോട്ട് ഇരിക്കുകയാണ്. അങ്ങനെ എന്നോട് പറഞ്ഞു, ഇഷ്ടംപോലെ പുസ്തകമായിരിക്കും എനിക്ക് എൻ്റെ ഭാവിയിൽ ഒരു ആഗ്രഹമുണ്ട്, ഒരു ലൈബ്രറി തുടങ്ങണം. ലൈബ്രറി തുടങ്ങിയിട്ട് പണ്ടത്തെ കുറച്ച് സ്വർപ്പുരകളാക്കണം, കാരംസ് കളിക്കുന്ന സ്ഥലം, കൊത്തക്കല്ല് കളിക്കുന്ന ആ ലൈബ്രറിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ട് ഓർമ്മകളുടെ ഗ്രന്ഥശാലയാക്കി മാറ്റാം. ആ ഗ്രന്ഥശാലയിൽ അറിയപ്പെടാതെ പോയ കുറേ എഴുത്തുകാരുണ്ട്, വീട്ടിലെ ഉമ്മമാരുണ്ട്, അവരുടെ പാചക കലകളുണ്ട്. അതൊക്കെ എല്ലാവരും കണ്ണാടിക്കൂട്ടിൽ വന്ന് നോക്കാതെ അതെടുത്ത് വായിച്ച് അവർക്ക് ആശംസകൾ അറിയിക്കുന്ന പുസ്തക രൂപേണ എനിക്കൊന്ന് ഇറക്കണം. അതായിരുന്നു എൻ്റെ അടുത്ത മോഹം. എൻ്റെ ഹസ്ബൻഡ് അതിന് അനുകൂലമാണെങ്കിൽ ഞാൻ നാളെ തയ്യാറാന്ന് പറയുന്നത്. അങ്ങനെ ഒരു പിന്നെ കട്ടൻ ചായ എല്ലാവർക്കും കിട്ടേ, നന്നാറി വെള്ളം കട്ടൻ ചായ, വിശേഷ അവസരങ്ങൾ ശർക്കര പായസം. അങ്ങനെയുള്ളൊരു നല്ല ലൈബ്രറി, മുറ്റത്ത് കുറേ പൂന്തോട്ടം. കടൽ തീരമാണ്, കടൽ തീരം അല്ലെങ്കിൽ പുഴത്തീരം. ഈ ഒരു തീരത്ത് എല്ലാവർക്കും എന്താ പറയുക, മതഭേദമന്യേ പ്രായഭേദമന്യേ വായിക്കാൻ പറ്റിയ പുസ്തകത്തിൻ്റെ പള്ളിക്കൂടം. അതാണ് എൻ്റെ അടുത്ത സ്വപ്നം. അവിടെ എല്ലാവർക്കും വന്ന് എഴുതാം, എല്ലാവരുടെ ബുക്കും പ്രസിദ്ധീകരിക്കാം. ആരും പിന്നോട്ടല്ല മുന്നോട്ടാണെന്ന് തെളിയിക്കുന്ന ഒരു ഗ്രന്ഥശാല തുറക്കാനാണ് എൻ്റെ ഭാവിയിലെ പ്ലാൻ. എല്ലാവരും ആശംസകൾ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആശംസകൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ബുക്കിന് പറയുമ്പോൾ ബാക്കി എൻ്റെ കഥകളും കാര്യങ്ങളും പറയും. അടുത്ത 2 വാക്കുകൾ പറയുന്നതിനായി അസ്ഫാരി. ഞാൻ വലിയ ശീലമൊന്നുമില്ലാത്ത സംസാരിച്ചിട്ട് വേദിയിലൊന്നും സംസാരിച്ചിട്ട് ചാനേറ്റങ്ങളൊന്നും പറയുന്നതാണ്.
മുംതാസ് എന്ന് പറയുന്നത് നമ്മൾ കുറേ കൊല്ലത്തെ പരിചയമാണ്. പക്ഷേ ഓരോ മറ്റു വെച്ച് പറഞ്ഞ പോലെ ഓരോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങളെല്ലാം തീരുന്നു. എന്ത് വിഷമം ഉണ്ടായാലും മുംതാസിന്റെ അടുത്ത് പോയി 2 വാക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയായി. പിന്നെ ഇവരെ കൂടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവരോടൊപ്പം ഒരു കുട്ടിയായിട്ട് മാറിയത്. ഇവരാണ് പഠിപ്പിച്ചു തരുന്നത്. ഏജ് ജസ്റ്റ് ഒരു നമ്പറാണ്. നമുക്ക് ഇപ്പോഴും കളിക്കാം. അങ്ങനെ ഇവരെ വീട്ടിൽ പോയി നമ്മുടെ ഇടയ്ക്കിടെ കൂട്ടം കൂടും. പിന്നെ നമ്മുടെ ആസാദിക്ക് എപ്പോഴും എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ഇവരെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യും നമ്മളെല്ലാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് ഇതേപോലെ കുറേ പുസ്തകങ്ങൾ ഇറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി 2 വാക്ക് പറയുന്നതിന് ഷെബീന നജീബ്. അസ്സലാമു അലൈക്കും. ഇത്താനെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്തേ നമ്മൾ കാണുന്നത് തന്നെ കയ്യാമ്പലം ആ സാഗരം എന്ന് വെച്ചാൽ ഇത്താന് ഭയങ്കര സന്തോഷം തരുന്ന എന്താ പറയാ ഒരു പ്ലേസാണ്. ഫസ്റ്റ് നമ്മുടെ മീറ്റിംഗ് എന്ന് വെച്ചാൽ എവിടെയാണെന്ന് വെച്ചാൽ പയ്യാമ്പലത്തിന്റെ മുന്നിലുള്ള ആ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു. നമ്മുടെ മനസ്സിലെ എഴുത്തിന്റെ ബേസിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ ഞങ്ങൾ എഴുതുന്നതിനോടൊപ്പം തന്നെ കുറെ തളർത്തുന്ന വാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തയുടെ ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നുന്നു ബെസ്റ്റ് വിമൻ, ഇൻസ്പിറേഷണൽ വിമൻ ആണ് ഇത്ത. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്തയോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വിഷമതകളും എന്ന് വെച്ചാൽ പറയാൻ നമുക്കൊരു ഇത്ത മാത്രമല്ല, ഇത്ത ഒരു സഹോദരിയാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇത്ത പറയും മക്കളെന്നും മോളെന്നും വിളിച്ച് നമ്മൾ അത്രത്തോളം സ്നേഹിക്കാൻ പറ്റും. ആ ഇത്തയുടെ ആ സ്റ്റാറ്റസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത്തയുടെ ഏജ് എങ്ങും പോയില്ല, താഴോട്ടല്ല വരുന്നത് എന്ന്. ഇത്ത പറയും എപ്പോഴും ഞങ്ങൾ എപ്പോഴും കൂടുമ്പോ കണ്ണൂർ വെച്ച് ഇടയ്ക്കിടെ കൂടാറുണ്ട്. ആ പൊട്ടിച്ചിരികള് എപ്പോഴും ഞങ്ങൾ ഓരോ തമാശകൾ പറഞ്ഞ് അവരെ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സും കൂടിയാണ്. ആ കോണ്ടാക്ട് ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. എന്നതും അത് നിലനിൽക്കട്ടെ. ഇത്തയുടെ പുസ്തകം എപ്പോഴും വായിക്കപ്പെടട്ടെ. ഞാൻ ഇത്തയുടെ മൈലാഞ്ചി കിസ്സ എന്നൊരു പുസ്തകത്തിന് ഒരു റിവ്യൂ എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇത്ത ആ തപാൽ പട്ടിനെ പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ആ തപാൽ പട്ടിനെ പറ്റി എനിക്ക് തപാലിൽ തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന്. ഞാൻ ആ റിവ്യൂ എഴുതിയത് തപാൽ വഴിയായിരുന്നു. അന്ന് നമ്മളത് 20 വർഷം മുന്നേ ഉള്ള ഒരു ഇൻലൈൻ എന്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞിത്ത ഞാൻ എന്തായാലും ഇത് ഞാൻ പോസ്റ്റ് വഴിയാണ് ചെയ്യും, അത് ഇത്ത സ്വീകരിക്കണം. അങ്ങനെ ആ ഇൻലൈൻഡ് 20 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു പഴയ ഇൻലൈൻഡ് വെച്ചിട്ട് ഇത്തരം ഞാൻ മൈലാഞ്ചി കിസ്സയുടെ റിവ്യൂ ചെയ്തു. താങ്ക് യു ഇത്ത. ഇത്തയുടെ പുസ്തകം എല്ലാവരും വായിക്കട്ടെ. അടുത്തതായി 2 വാക്ക് പറയുന്നത് ഫൗസിയ. അസ്സലാമു അലൈക്കും. ഞാൻ വളരെ ഒരു അഭിമാനത്തിന്റെ ഒരു നിമിഷത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. മുംതാസിനെ ഞാൻ വളരെ ആകർഷകമായിട്ടാണ് പരിചയപ്പെടുന്നത്. ഞാൻ പറയാൻ വിചാരിച്ചത് ഇപ്പൊ ഷെബീന ഞങ്ങൾ ആദ്യത്തെ കണ്ടുമുട്ടലിനെ കുറിച്ച് സംസാരിച്ചത്. പക്ഷെ എനിക്ക് ആദ്യമായി പരിചയപ്പെട്ടപ്പോൾ ഒരു നെയ്യപ്പം പുരസ്കാരമായി കിട്ടിയ ആ കഥയാണ് എന്നും എനിക്ക് മനസ്സിലുള്ളത്. ആ ഒരു ചെറിയൊരു 2 വാക്ക് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാണ്. ഒരു വിധവ പെൻഷൻ അപേക്ഷിച്ചിട്ട് ഒരു സ്ത്രീക്ക് അടുത്തുള്ള മുംതാസിന്റെ അടുത്തുള്ള ഒരു സ്ത്രീ, എഴുത്തും വായനൊന്നും അറിയാത്തൊരു സ്ത്രീയാണ്. കുറേ നാള് പഞ്ചായത്ത് ഓഫീസിലും അവരുടെ വിധവ പെൻഷന് വേണ്ടിയിട്ട് അവർ കയറിയിറങ്ങി. പക്ഷെ അവസാനം മുംതാസിനോട് പറയാൻ, അപ്പൊ മുംതാസ് ചെറിയ ഒരു ടീനേജ് പ്രായ ആ ഒരു പ്രായത്തിലാണ്, മോളെ എനിക്കൊരു വിധവ പെൻഷൻ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോം ഒന്ന് പൂരിപ്പിച്ച് തരുമോ, ഈ അപേക്ഷാ ഫോം ഒന്ന് പൂരിപ്പിച്ച് തരാൻ വേണ്ടി മുംതാസ് ആസ്ഥാനത്ത് എത്തിയാണ്. മുംതാസ് എഴുതിയ ആ ഫോം കഥാരൂപത്തിൽ എഴുതിയ ആ ഓഫീസർ കണ്ടപ്പോ വേറെ ഒന്നും നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ സൈൻ ചെയ്ത് ആ വിധവാ പെൻഷൻ പാസ്സായ ആ സ്ത്രീ വളരെ സന്തോഷമായിട്ട് സമ്മാനമായി നെയ്യപ്പം വാങ്ങിയിട്ട് മുംതാസിനെ കാണാൻ വന്ന ആ ഒരു സന്തോഷം ഞങ്ങളായി കണ്ടിട്ടപ്പോൾ ഞങ്ങൾ വളരെ അത്ഭുതത്തോടെയായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുന്നത് മുംതാസിന്റെ കൂടെ ഉള്ളപ്പോഴാണ്. മുംതാസിന്റെ കൂടെയുള്ള ആ വർത്താനം കേൾക്കാനായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ള മുംതാസിനെ ഞാൻ അത്രയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ദീർഘായുസ്സോടുകൂടിയുള്ള ആരോഗ്യത്തോടു കൂടി മുംതാസിക്ക് ഇനി ഒരുപാട് എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഈ പുസ്തക പ്രകാശനം എല്ലാം കൊണ്ടും വ്യത്യസ്തത നിറഞ്ഞതാണ്. സാധാരണ പുസ്തക പ്രകാശനം കഴിഞ്ഞതിന് ശേഷമാണ്
എല്ലാവരും സംസാരിക്കുക. പുള്ളിക്കാരി പുതുമ എന്നും ഇഷ്ടപ്പെടുന്ന ആളാണ്, പ്രത്യേകത എന്നും ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് ഞാനൊരു കോമ്പയർ ഒന്നും അല്ലല്ലോ, ഞാൻ പുള്ളിക്കാരുടെ എറണാകുളത്ത് നിന്ന് ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്ന ആളാണ്. എന്റെ കൂടെ ജ്യേഷ്ഠതയാണ്. ഓക്കെ, അപ്പൊ പുസ്തക പ്രകാശനം ഓപ്പൺ ചെയ്യുന്നില്ലേ? സിൽവർ സ്പൂണാണ് ഇവന്റ് മാനേജ്മെന്റിന്റെ പേര്. എല്ലാ കൊച്ചിന്റെ സ്ത്രീകൾക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം മഞ്ജു. ഈ ഒരു കേക്കിന്റെ കട്ടിങ്ങാണ്. ഈ കേക്കിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. സെയിം ബൊക്കേന്റെ ഒന്ന്